ഹായ് എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെനസിസ് ചാപ്റ്റർ 22 22 അവിടെ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിനോട് തൻ്റെ മകനെ ഇസ്ഹാക്കിനെ യാഗം ചെയ്യുവാനായിട്ട് ദൈവം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തൻ്റെ ഏകമകനാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ദൈവം ഇസ്മായിലിനെ ദൈവം അബ്രഹാമിൻ്റെ ഒരു മകനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം ആഗ്രഹിച്ച മകൻ എന്നുള്ളത് അത് ഇസ്ഹാക്കായിരുന്നു. സാറയിലുണ്ടായ മകൻ ഇസ്ഹാക്കായിരുന്നു. അങ്ങനെ തൻ്റെ മകനെ യാഗം ചെയ്യുവാനായിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അപ്പോൾ അബ്രഹാം ചെയ്തത് താൻ ഉടനെ തന്നെ അടുത്ത ദിവസം രാവിലെ എപ്പോഴേ എല്ലായിടത്തും പ്രിപ്പയർ ചെയ്തുകൊണ്ട് താൻ അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ വൈഫിനോട് ചോദിക്കാനായിട്ട് ഒന്നും താൻ നിന്നില്ല. ഒരു പക്ഷെ വൈഫ് സമ്മതിക്കുകയും ചെയ്യില്ല. കാരണം ഇത്രയും വർഷങ്ങൾ, ഇത്രയും പ്രായമായപ്പോൾ കിട്ടിയ മകനാണ്, ഒത്തിരി വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരു മകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ സാറയോട് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ സാറ അതിനോട് സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാം അടുത്ത ദിവസം തന്നെ ആരോടും ഒന്നും പറയാതെ താൻ തന്നെ വിറകും എല്ലാം കീറി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി താൻ സെർവൻസിനെയും കൂട്ടി താൻ മോരിയ മലയിലേക്ക് താൻ യാത്ര ചെയ്യുന്നു. അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് താൻ അവിടെ എത്തിയപ്പോൾ ആ സെർവൻസിനെ അവിടെ നിർത്തിയിട്ട് താനും മകനും കൂടെ അവരോട് പറഞ്ഞു, ഞങ്ങൾ പോയി യാഗം കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും മാത്രം യാത്ര ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരവിടെ യാത്ര ചെയ്ത് പോയി അവിടെ യാഗപീഠം ഒരുക്കി. എന്നിട്ട് അബ്രഹാം തൻ്റെ മകനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി. അപ്പോൾ എന്നിട്ടും ആ സമയത്തും ഇസ്ഹാക്കും അവിടെ പരിപൂർണമായിട്ട് അനുസരണത്തോടെയാണ് ഇസ്ഹാക്കും അവിടെ ഇരുന്നത്. കാരണം ഇസ്ഹാക്കിന് കയ്യും കാലും കെട്ടി കിടത്തിയപ്പോഴേ ഇസ്ഹാക്കിന് മനസ്സിലായി ഇസ്ഹാക്കിനെയാണ് യാഗം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇസ്ഹാക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുകയോ ഒന്നും ചെയ്തില്ല. അബ്രഹാമിന് ഈ സമയത്ത് 100 വയസ്സ് കൂടുതൽ പ്രായമുണ്ട്. ഇസ്ഹാക്ക് ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇസ്ഹാക്കിന് നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ ഇസ്ഹാക്ക് അപ്പം പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ഇസ്ഹാക്ക് എതിർപ്പൊന്നും പറയാതെ താനെ യാഗപീഠത്തിൽ കിടന്നു. അപ്പോൾ അബ്രഹാമിനും ഇസ്ഹാക്കിനും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. അഥവാ ദൈവം ഇസ്ഹാക്കിൻ്റെ മേൽ അബ്രഹാമിന് കത്തി വെക്കേണ്ടി വന്നാലും ദൈവം ഇസ്ഹാക്കിനെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു മകനെ ദൈവം കൊടുക്കും, അങ്ങനെ ഒരു വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാം ഒരല്പം പോലും ഡൗട്ട് ചെയ്യാതെ തന്നെ ആ കത്തി എടുത്തുകൊണ്ട് താൻ ഇസ്ഹാക്കിനെ കുത്തുവാനായിട്ട് താൻ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അബ്രഹാമിന് വിശ്വാസത്തിൽ സ്ട്രോങ് ആക്കിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ മുൻപൊക്കെ കാണുമ്പോൾ അബ്രഹാം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. തനിക്ക് മക്കളുണ്ടാകാതിരുന്നപ്പോൾ താൻ ആദ്യമേ ഈജിപ്തിലോട്ട് പോയി. അപ്പോൾ താൻ കൊല്ലപ്പെടാതിരിക്കാൻ സാറ തൻ്റെ പെങ്ങളാന്ന് പറഞ്ഞു. പിന്നെ മക്കളുണ്ടാകാതിരുന്നപ്പോൾ ഹാഗാറിലൂടെ മകൻ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അതുപോലെ പിന്നീട് അബിമേലെക്കിൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ അബിമേലെക്കും സാറയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും അബ്രഹാം പറഞ്ഞത് തൻ്റെ സിസ്റ്ററാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ദൈവത്തോടുള്ള വിശ്വാസത്തിലുള്ള കുറവ് അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അബ്രഹാം വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തിന് അങ്ങേയറ്റം ഉയർച്ചയിലേക്ക് അബ്രഹാം എത്തിയെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം തൻ്റെ മകനെയാണ് ദൈവം കുത്താൻ പറഞ്ഞിരിക്കുന്നത്, യാഗം അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്രഹാമെ അതിൽ ഒരു വിശ്വാസക്കുറവില്ല. താൻ അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അബ്രഹാം മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ദൈവം വളർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് നമ്മൾക്ക് ദൈവത്തെ കണ്ണുമടച്ച് അതുപോലെ വിശ്വസിക്കാൻ പറ്റിയെന്നില്ല. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കുവാനായിട്ടുള്ള കഴിയാവുന്ന രീതിയിൽ ദൈവം നമ്മളെ വളർത്തും. അതായത് നമ്മൾക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അബ്രഹാം ഇസ്ഹാക്കിനെ കുത്താനായിട്ട് കത്തി ഉയർത്തുകയും അപ്പോൾ ദൈവം പറഞ്ഞ് നീ കുത്തരുത് എന്ന് പറഞ്ഞ് നിൻ്റെ വിശ്വാസം ഞാൻ കാണുന്നു, നീ പറഞ്ഞിട്ട് നീ മടിക്കാതെ കുത്താൻ തുടങ്ങിയതാൽ
നീ എന്നുള്ള വിശ്വാസത്തെ എല്ലാം ഞാൻ അറിയുന്നു, ഞാൻ മാനിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ദൈവം അവിടെ അബ്രഹാമിനെ ഒരു റാമിനെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോലാടിനെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അബ്രഹാം ആ കോലാടിനെ അവിടെ യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ദൈവം അവിടെ ഒരുക്കി വെച്ചിരുന്നു, ഒരു മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു കോലാടിനെ അവിടെ കിട്ടി. അങ്ങനെ കോലാടിനെ അബ്രഹാം യാഗം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമ്മൾക്ക് അവിടെ ആ ഒരു സ്റ്റോറി അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് അബ്രഹാമിൻ്റെ ബ്രദറിൻ്റെ സന്തതികളെ പറ്റി പറയുന്നുണ്ട്. അവിടെ റെബേക്കയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ റെബേക്കയായിരുന്നു പിന്നീട് ഇസഹാക്കിനെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. പക്ഷെ നമ്മൾക്കപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ളത് അബ്രഹാമിൻ്റെ ഫെയ്ത്ത് നമുക്ക് എപ്പോഴും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം അബ്രഹാം തൻ്റെ മകനെ കൊടുക്കുവാനായിട്ട് ഒരല്പം പോലും മടി തോന്നിയില്ല. ദൈവം എന്തെങ്കിലും ഒരു കാര്യം ദൈവം അവിടെ ചെയ്തിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ദൈവം എന്നിട്ട് അബ്രഹാമിനെ പിന്നെയും ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിന്റെ സന്തതികളെ നക്ഷത്രങ്ങൾ പോലെയാക്കും, കടൽക്കരയിൽ മണ്ണ് പോലെയാക്കും എന്ന് പറഞ്ഞ് ദൈവം പിന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അബ്രഹാമിന് അവൻ്റെ വിശ്വാസം, അതിനെ ദൈവം ആ അനുഗ്രഹത്തിലൂടെ മാനിച്ചു. അബ്രഹാമിനും നേരത്തെയും ഈ ഒരു ബ്ലെസ്സിങ് ദൈവം കൊടുത്തതാണ്. നിങ്ങൾക്ക് ഒരുപാട് ജനതകൾ നിൻ്റെ കൂടെ വരുമെന്നുള്ള ഒരു ബ്ലെസ്സിങ് കൊടുത്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയാണ് നമ്മൾ പിന്നീടും കാണുന്നത്. ഒരുപാട് വലിയൊരു നേഷനായിട്ട് മാറുവാനായിട്ട് അബ്രഹാമിൻ്റെ സന്തതികളിലൂടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം അത് നമ്മൾക്ക് ഒരു ഉത്സാഹമായിട്ട് എൻകറേജ്മെൻ്റായിട്ട് ആയി മാറട്ടെ. ഇദ്ദേഹത്തിൻ്റെ നാമത്തോട് മാറട്ടെ.